സഹജീവികളോടുള്ള കാരുണ്യമാണ് ഈശ്വരഭക്തിയുടെ അടിസ്ഥാന ലക്ഷ്യം. കഠിനാധ്വാനം ദൈവികമാണ്. അത് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വഴുതക്കാട് ഗണപതി ക്ഷേത്രം. മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം. തിരുവനന്തപുരത്തെ ഗണപതി ക്ഷേത്രം എന്ന് കേട്ടാൽ പലരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനമായ ഒരു ഗണപതി ക്ഷേത്രം കൂടിയുണ്ട് നഗരമധ്യത്തിൽ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നിന്നും വഴുതക്കാട് ജംഗ്ഷനിലേക്ക് വരുന്ന റോഡിന് വലതുവശത്തായി വഴുതക്കാട് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും നിറഞ്ഞ പാതയോരത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ക്ഷേത്രം പുതുതായി എത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. വസിഷ്ഠവാമദേവാദി വന്ദിത മഹാഗണപതിം വസിഷ്ഠവാമദേവാദി വന്ദിത മഹാഗണപതിം. ക്ഷേത്രം റോഡിൽ നിന്ന് നോക്കിയാൽ പൂർണ്ണമായി കാണാനും കഴിയില്ല. മായാപൂരിതമായ ശരീരത്തിനുള്ളിൽ അദൃശ്യമായി കുടികൊള്ളുന്ന ആത്മാവെന്നതുപോലെ തിരക്കുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ക്ഷേത്രം കാണാൻ നിരവധി പടികൾ താണ്ടണം. പ്രധാന പാതയിൽ നിന്ന് ആരംഭിക്കുന്ന പടികൾ നമ്മെ ക്ഷേത്രാങ്കണത്തിലേക്ക് നയിക്കുന്നു. നമസ്കാരം. വിഘ്നേശ്വരായ നമഃ. ഭാരത സംസ്കൃതിയിലെ വിനായകൻ, വിഘ്നേശ്വരൻ, ഗണപതി ഭഗവാൻ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. എന്ത് കാര്യത്തിനും തുടക്കം കുറിക്കാൻ ഗണപതി ഭഗവാനെ വന്ദിക്കുക. അത് വിദ്യ ആരംഭിക്കുകയാണെങ്കിലും ഏത് പ്രവർത്തനമായാലും വിഘ്നം കൂടാതിരിക്കാൻ വിഘ്നേശ്വരൻ കടാക്ഷിക്കണം. ഓം വിനായകായ നമഃ. ഓം വിഘ്നരാജായ നമഃ. തികച്ചും കേരളീയ മാതൃകയിൽ പണികഴിപ്പിച്ചതാണ് ക്ഷേത്രം. ക്ഷേത്രോൽപത്തിയുടെ ചരിത്രം അന്വേഷിച്ചാൽ നാം എത്തിച്ചേരുന്നത് ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ്. 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഗണപതി വിഗ്രഹം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി പെരുമ്പാവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും വഴുതക്കാട് പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും ചെയ്തു. ഓം ദക്ഷായ നമഃ. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞ് പെരുമ്പാവൂരിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിച്ചില്ല. പ്രശ്നവിധികളിൽ ഗണപതി ഭഗവാന് തിരുവനന്തപുരത്തെ ആസ്ഥാനമാണ് കൂടുതൽ പ്രീതികരം എന്ന് കണ്ടെത്തി. അങ്ങനെയാണ് ഇവിടെ സ്ഥിരമായ ഒരു ക്ഷേത്രം രൂപപ്പെട്ടത്. ഓം ദ്വിജപ്രിയായ നമഃ. ഓം. വാദ്യകലാകാരന്മാരെ സംബന്ധിച്ച് വിദ്യ പഠിക്കുമ്പോൾ ആദ്യം ഗണപതി കൈ കൊട്ടുക എന്നൊരു ചടങ്ങാണ്. നിത്യവും ഗണപതിയെ വന്ദിച്ചിട്ടാണ് ഞങ്ങൾ അഭ്യാസം ചെയ്യുക. അതുപോലെ എപ്പോഴും ഗണപതി സ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവർക്കും തുടക്കം. അത് ഭാരത സംസ്കൃതിയുടെ ഒരു ഭാഗമാണ്. ശ്രീകൃഷ്ണൻ, നാഗദൈവങ്ങൾ, ശാസ്താവ്, ഭഗവതി തുടങ്ങിയ നിരവധി ഉപദേവത പ്രതിഷ്ഠകളും ക്ഷേത്രത്തോടനുബന്ധമായി കാണുന്നു. ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആന ശൃണ്വന്നോതിഭിः സീദസാദനം.
മേളം അവതരിപ്പിക്കുക, ഗണപതി ഭഗവാന്റെ മുന്നിൽ മേളം സമർപ്പിക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. വാദ്യകലയിൽ 50-ലധികം കാലമായി പ്രവർത്തിക്കുന്നു. വിഘ്നം കൂടാതെ ഇത്രയും കാലത്തെ വാദ്യപ്രവർത്തനം നടത്തിയത് എല്ലാം ഗുരുകൃപയാലും ഈശ്വര അനുഗ്രഹത്താലാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേകം ഗണനായകം. പെരുമ്പാവൂരിലെ നാഗംചേരി ഇല്ലത്തെ ഒരു നമ്പൂതിരിയായിരുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസമാക്കി പൂജകളും ക്ഷേത്രഭരണവും നടത്തിവന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേകം ഗണനായകം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേകം ഗണനായകം. വളരെ കാലങ്ങൾക്ക് ശേഷം നാഗഞ്ചേരി കുടുംബത്തിലെ ഒരു അനന്തരാവകാശി ക്ഷേത്രം ഏറ്റെടുക്കുകയും 1981 ക്ഷേത്ര ഭരണ ചുമതല ഒരു പൊതു ട്രസ്റ്റിന് കൈമാറുകയും ചെയ്തു. ഇന്നും ക്ഷേത്ര ഭരണാധികാര്യങ്ങൾ നിർവഹിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ്. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം. വിവിധ ദേവതകളുടെ ആലയം കൂടി ഉള്ളതുകൊണ്ട് തന്നെ വിനായക പ്രീതികരമായ ദിനങ്ങൾക്കൊപ്പം ഉപദേവതാ പ്രീതികരമായ ദിനങ്ങളും വഴുതക്കാട് ഗണപതി ക്ഷേത്രത്തിലെ വിശേഷ ദിനങ്ങളാണ്. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ക്ഷേത്ര വഴിപാടുകൾ നടത്തുന്നതിന് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നഗരമധ്യത്തിലെ ശാന്തവും സുന്ദരവുമായ ഈ ആരാധനാസ്ഥാനം നഗരത്തിന് പുറത്തുള്ള അധികമാർക്കും അറിയില്ല എന്നതുകൊണ്ടും ഉത്സവ ആഘോഷങ്ങൾക്ക് അധികമായ പ്രചാരണം ഇല്ല എന്നതുകൊണ്ടും വാർത്താ പ്രാധാന്യം നേടുന്നില്ല. എങ്കിലും വിശ്വാസികളുടെ അഭയസങ്കേതമായി വഴുതക്കാട് ഗണപതി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. ഓം ഗം ഗണപതിയേ നമഃ. ഹൃദയാനന്ദം മാതൃഭീ പരിപാലിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേകം ഗണനായകം. അംബികാ ഹൃദയാനന്ദം മാതൃഭീ പരിപാലിതം ഭക്തപ്രിയം മദോന്മത്തം